ആനന്ദൻ ഒരു സൈക്കോ ആണ്. അത് ആനന്ദിനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും. മോൻ കണ്ടാൽ ചിലപ്പോൾ സൈക്കോ ആയിട്ട് തോന്നിയേക്കാം. ഈ കഥ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ട് പോലെ അന്ന് ബേസിൽ ജോസഫ് എന്ന താരോദയം സംഭവിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എനിക്കൊരു പരിക്ക് സംഭവിക്കുകയും ഒരു നീ സർജറി ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു 4 മാസത്തോളം എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത്. ആദ്യം തന്നെ എത്താൻ വൈകിയതിൽ ഒരുപാട് സോറി. ഞങ്ങൾ എല്ലാവരും ഇന്ന് രാവിലെയാണ് ഇത് ദോഹയെന്ന്. ഇപ്പോൾ പലരും എയർപോർട്ടിൽ നിന്ന് അവരുടെ വീടുകളിൽ പോയി റെഡിയായൊക്കെ വരാനുള്ള താമസമായിരുന്നു. അതിന് കാത്തിരുന്നതിന് താങ്ക് യു സോ മച്ച്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത് E4 എന്റർടൈൻമെന്റും ഞാനും അസോസിയേറ്റ് ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ്. ഞങ്ങൾ ആദ്യം എസ്ര എന്ന സിനിമ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ഡയറക്ട് സ്ട്രീമിംഗ് സർവീസ് കൊടുത്ത ഭ്രമം എന്ന സിനിമയും. ഇന്നിപ്പോ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് E4 എന്റർടൈൻമെന്റും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം കമ്പനി പോലെ എനിക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് E4ന് വേണ്ടി. അത്രയും ഒരു ക്ലോസ് അസോസിയേഷൻ ആണ് മുകേഷ് സാറും ഞാനും, സഞ്ജയ്, സാരഥി, വിവേക് ഇവരെല്ലാവരുമായിട്ട്. ഈ കഥ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ട് പോലെ അന്ന് ബേസിൽ ജോസഫ് എന്ന താരോദയം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു ആക്ച്വലി. മറ്റൊരു രീതിയിലുള്ളൊരു ഒരു കാസ്റ്റിങ്ങും ഒരു കൺസെപ്ഷനും വെച്ചിട്ടാണ് ദീപു ഈ സ്ക്രിപ്റ്റിനോട് പറയുന്നത്. പിന്നീട് ഞാനും ആടുജീവിതം അതിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് പോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിപിൻ ഈ കഥ വിപിന് ചെയ്താൽ കൊള്ളാമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓണാവുന്നത്. അതിൽ വിപിൻ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ സ്ക്രിപ്റ്റിലും ഒക്കെ തന്നെ. അതിൽ ഏറ്റവും വലിയ മാറ്റം ഈ ഒറിജിനലി പറഞ്ഞ കാസ്റ്റിംഗിൽ നിന്നും ഈ 2 കഥാപാത്രങ്ങൾ ബേസിലും ഞാനും ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ 2 കേന്ദ്ര കഥാപാത്രങ്ങൾ മാറുമ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിന്റെയും കാസ്റ്റിംഗ് മാറേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെയാണ് ഈ സിനിമയിൽ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇത്ര മാത്രമല്ല, ഒരു 10-40ഓളം ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. അപ്പൊ ഈ ഒരുപാട് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പെയറിങ്, നായകൻ നായിക എന്ന് മാത്രമല്ല, ക്യാരക്ടർ ആക്ടേഴ്സ് ആണെങ്കിലും സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ സിനിമയുടെ കാസ്റ്റിംഗിൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇത്രയും നടന്മാർ ഒരുമിച്ചൊരു സെറ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും അത്തരം ഒരു സെറ്റിൽ ഞാൻ ഉണ്ടാകുന്നതും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ സന്തോഷവും അത് തന്നെയായിരുന്നു. ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. ഇനിഷ്യലി ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപാട് വലിയ സിനിമയാണ് ഇപ്പോൾ. അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സിനിമയിൽ വിപിൻ പറഞ്ഞതുപോലെ ഈ നടന്മാരുടെ എണ്ണം കൂടുകയും നമ്മൾ ആദ്യം കൺസീവ് ചെയ്തതിനേക്കാൾ കുറെ കൂടെ വലിയ രീതിയിൽ ഈ സിനിമ എടുക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ആസ് പ്രൊഡ്യൂസേഴ്സ് മുകേഷ് സാറിനും എനിക്കും ഈ അവസരത്തിൽ വിപിനും വിപിന്റെ ടീമിനോടും, അതായത് വിപിൻ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാരാണ് ഈ ടീമിൽ കൂടുതലും ഉള്ളത്, ആ ടീമിനോടുമാണ് നന്ദി പറയേണ്ടത്. കാരണം ഒട്ടും സ്ട്രെസ്ഫുൾ അല്ലാത്ത, വളരെ എൻജോയ് ചെയ്ത് ഒരു ടെൻഷൻസും ഇല്ലാതെ തീർന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സാണ്. നിർഭാഗ്യവശാൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എനിക്കൊരു പരിക്ക് സംഭവിക്കുകയും ഒരു നീ സർജറി ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു 4 മാസത്തോളം എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത്. അല്ലെങ്കിൽ ഇതൊരു 1 വർഷക്കാലം ഒന്നും നീണ്ടു നിൽക്കേണ്ട ഒരു പ്രോസസ് ആയിരുന്നില്ല. എന്നിരുന്നാലും ഇന്നിപ്പോൾ ഭംഗിയായിട്ട് ഈ സിനിമ ചെയ്തു തീർക്കാൻ സാധിച്ചു. ഈ 16-ാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു വലിയ റിലീസായി ഈ സിനിമാ പ്രേമികൾക്ക് മുമ്പിൽ എത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് പോകേണ്ടതാണ്. താങ്ക് യു സോ മച്ച്. രാജേട്ടാ, എത്രത്തോളം എക്സൈറ്റഡ് ആണ്? കുറെ കാലത്തിന് ശേഷമാണല്ലോ ഹ്യൂമർ ട്രാക്കിലേക്ക് തിരിച്ചു വരുന്നത്. ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല തിരക്കഥ, ഒരു നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെയാണ് എക്സൈറ്റ്മെന്റ്. അതിപ്പോ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഏത് സിനിമയും നമ്മൾ മനസ്സിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ആ സിനിമ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും വലിയ സന്തോഷം തരുന്ന, എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഓഫ്കോഴ്സ് എല്ലാ സിനിമകൾക്കും ഒരു യാത്രയുണ്ടല്ലോ. അപ്പൊ ഈ സിനിമയുടെ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കാം. കാരണം ദീപു ഈ തിരക്കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, വിപിനെന്ന് ആദ്യത്തെ മുത്തുകോ ചെയ്തിരുന്നു ആ സമയത്ത്. ഒരു സിനിമയൊക്കെ ചെയ്തു നിൽക്കുന്ന ഒരു സംവിധായകനാണ്. പിന്നെ ജയ 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 ഹേ റിലീസ് ആവുന്നു. വിപിന്റെ ഫിലിം മേക്കിങ്ങിന് ഒരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നു. അങ്ങനെ ദീപു പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥ വിപിന്റെ അടുത്ത് എത്തുന്നു. ആ കാലയളവ് കൊണ്ട് ബേസിൽ ഒരു വളരെ പോപ്പുലർ സ്റ്റാർ ആകുന്നു, ഫാമിലി സ്റ്റാർ ആകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നി ഓരോ സിനിമകൾക്കും ഒരു നിമിത്തം ഉണ്ടാകും. അപ്പൊ ആ യാത്രയുടെ
പര്യവസാനം ഇന്ന് ഈ ഫോമിൽ ഈ സിനിമ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം, എക്സൈറ്റ്മെന്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ നാളുകളായി അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടും സത്യത്തിൽ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടും ഈ കുറെ നടീനടന്മാരൊക്കെ ഉള്ള രണ്ട് കുടുംബങ്ങൾ, അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ, എല്ലാ പ്രായപരിമിതിയിലുമുള്ള കഥാപാത്രങ്ങൾ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ്, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ്, കാര്യങ്ങൾ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ്, എല്ലാ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നടീനടന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് സീക്വൻസ്. അപ്പൊ അത്തരം ഒരു സിനിമ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. അപ്പൊ അത് പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുടെയൊക്കെ എക്സൈറ്റ്മെന്റ്. അപ്പൊ 16-ാം തീയതി പ്രേക്ഷകർ വിധി എഴുതട്ടെ. ഈ മെയിൽ ഈഗോ ട്രിഗർ ചെയ്യുന്ന ചിത്രങ്ങളുണ്ട്. ഇപ്പൊ അയ്യപ്പൻ കോശി, ഡ്രൈവിംഗ് ലൈസൻസ്, മഹേഷിന്റെ പ്രതികാരം, അത്തരത്തിലൊരു ചിത്രമാണോ ഈ ഗുരുവായൂർ അമ്പലനാടൻ? അല്ല, ഇത് ആ സിനിമകളുടെ ഒരു കോർ എലിമെന്റ് അല്ല ഈ സിനിമയുടെ ഇത്. പക്ഷെ ഈ സിനിമയിലും രണ്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിലെ രണ്ട് പ്രധാന പ്രൊട്ടാഗണിസ്റ്റുകൾ. ഇപ്പോ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. രണ്ടുപേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ്. അപ്പൊ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ. ആ സിമിലാരിറ്റി ഉണ്ട് ഇതില് വിനു എന്ന ബേസിലെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ്. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ലേ സിനിമയ്ക്ക്. ആനന്ദൻ ഒരു സൈക്കോ ആണോ? സൈക്കോ അത് ആനന്ദിനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും. മോൻ കണ്ടാൽ ചിലപ്പോൾ സൈക്കോ ആയിട്ട് തോന്നിയേക്കാം. ഈ ബേസിൽ ഇപ്പം എന്താണ് റീസെന്റ് ഇപ്പൊ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പം മലയാളത്തിൽ നിൽക്കുകയാണ്. പൃഥ്വിരാജിനെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു, സോറി, ഉറങ്ങിപ്പോയി. രാവിലെ ഈ പറഞ്ഞുകൊണ്ട് വന്നതാണ്. സാധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ദീപു കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ എഴുതിയത് ദീപുവാണ്, ഇതിന്റെ റൈറ്റർ ദീപുവാണ്. അപ്പോൾ കുഞ്ഞിരാമായണം കഴിഞ്ഞ് ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന സമയം തൊട്ട് ദീപു ഗുരുവായൂർ അമ്പലനടയിലിന്റെ സിനിമയെ കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിന്റെ അതൊരു മെയിൻ പ്രൊട്ടഗണിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ രണ്ടളിയന്മാർ. അപ്പൊ ഇതന്ന് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് മറ്റേത് ആള് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസ് ഒക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ, ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ സ്ഥാനത്ത് ഞാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ പറയുന്ന കുഞ്ഞിരാമായണ എഴുതിയ ദീപുവിൻ ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു. ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ റൈറ്ററായിരുന്ന ഒരാളുടെ എഴുതിയ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നതെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പൊ അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ ബിബിൻ ചേട്ടൻ ജയ കഴിഞ്ഞിട്ട് ഞാൻ ഫാലിമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇതിന്റെ സബ്ജക്ട്, ഇങ്ങനൊരു സബ്ജക്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയി. കാരണം പിഞ്ചേട്ടനായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാന്നുള്ള. അപ്പൊ പിന്നെ ദീപുവിന്റെ കൂടെ സ്ക്രിപ്റ്റാണ്. പിന്നെ E4 എന്റർടൈൻമെന്റ് ആയിട്ട് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നു. ഗോതയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് E4 എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ അവരുമായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ബിബിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ. അദ്ദേഹത്തിന്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഇപ്പോഴും അത് ഞാൻ ഇതിന്റെ സെറ്റിലൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ, നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട് ഇതൊന്നും പോരാതെ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് ഉള്ള ഒരു റോള്
അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനം തോന്നിയ ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു വേദിയിൽ അവസാനം എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു. 16-ാം തീയതി റിലീസാവുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. രാജേട്ടാ, ഈ ക്യാരക്ടർ ചേഞ്ചിങ് എന്ന് പറഞ്ഞിരുന്നു, ആദ്യത്തെ ബേസിലിന്റെ ആണ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ ബേസിൽ എന്നെക്കാട്ടി കൂടുതൽ സ്കോർ ചെയ്തു, എനിക്കത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയായിരുന്നു. രണ്ട് ക്യാരക്ടർ കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ബേസിൽ ആദ്യത്തെ ക്യാരക്ടർ ചേട്ടൻ ചെയ്യാൻ വെച്ചാണ് ബേസിന് കൊടുത്തത്. ഈ അന്ന് എന്നോട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ദീപു ഈ കഥ എന്നോട് പറഞ്ഞപ്പോ ബേസിലിന്റെ കഥാപാത്രം ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനുമാണ്. അപ്പൊ അതാരാണെന്ന് പറയുന്നില്ല. അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പൊ ഉടനെ ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം, അല്ലെങ്കിൽ ഒരു റെപ്പിറ്റേഷൻ ഫീൽ ചെയ്യും, കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഞാൻ വിപിന്റെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ്. കാരണം അങ്ങനെ ഞാൻ ആ കഥയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനുവായിട്ടും, പ്രത്യേകിച്ച് ബേസിൽ വിനുവായിട്ടും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആ ഐഡിയ വിപിന്റെയാണ്. അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷനാണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ബേസിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോൾ ഞാനത് ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിന് ഞാനൊരു ആപ്റ്റ് കാസ്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ ഇപ്പൊ സിനിമ കാണുമ്പോൾ തോന്നുകയാണ്. അപ്പൊ അത് വിപിന്റെ കഴിവ്. 21 ദിവസം കണ്ടിന്യൂസ്ലി കല്യാണപ്പെണ്ണായിട്ട് മേക്കപ്പ് ഇട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാം. കൂടെ തന്നെ ബേസിലേട്ടന്റെ വധുവായിട്ട് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ്. 21 ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഡേ റെഡിയായി എല്ലാം സെറ്റായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കല്യാണപ്പെണ്ണ്, നല്ല കോസ്റ്റ്യൂം, നല്ല ജ്വല്ലറി, മുല്ലപ്പൂ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മുതലേക്ക് മനസ്സിലായി പാളി. കാരണം പറ്റില്ല, പുറത്തിറങ്ങിയ ചൂട്, അകത്ത് അങ്ങനെ ഒരുപാട് ഈ പടത്തില് ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാതെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ, എല്ലാ ആർട്ടിസ്റ്റും. അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാവരെയും വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറെ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പം മിക്ക സമയങ്ങളിൽ നമ്മൾ ക്യാരവാനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ബോറടിക്കും, പുറത്തേക്ക് ഇറങ്ങും. അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് ഇത്രയും സിറ്റുവേഷൻ ഉറങ്ങാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. കാരണം ആ ചെയ്യുന്ന രീതി, അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു. അപ്പൊ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വലിയൊരു സെറ്റില് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് കൂടി ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ബേസിലേട്ടന്റെ വധു എന്ന് പറയുന്ന, വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ നമ്മള് എന്റെ സീൻ എടുത്ത് എന്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആളെനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയുടെ ഇപ്പുറത്ത് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും. സോ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു, അത്രയും സെറ്റ് ആയിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ. രാജേട്ടാ, മല്ലികാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിലൊക്കെ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം രാജുവേട്ടന്റെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. നാളെ റിലീസായിട്ട് അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞ അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ. നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ. അപ്പൊ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിലിം മെയ്ഡ് യു ഫീൽ. അപ്പൊ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും
ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമറക് ബ്രാൻഡിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ അമ്മയോട് ചോദിക്കാം. ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്, ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് E4 എന്റർടൈൻമെന്റ് ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസിൽ ഇപ്പൊ ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ ഇതിന്റെ ഭംഗി. ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരട്ടെ, ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും. ചേട്ടന് ഹിന്ദി അറിയില്ല, എങ്ങനെയാണ് ബോളിവുഡിൽ ഡയറക്ട് ചെയ്യാൻ പോകുന്നത് അറിയില്ല എന്നൊക്കെ നമ്മുടെ രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് കൊടുക്കാവുന്ന മറുപടി എന്താണ്? ഹിന്ദി അറിയോ? ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ലേ. അത് വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടുന്നുണ്ട്. അത് ഹിന്ദിയാണ് ഞാൻ. ഇപ്പൊ കുറച്ചുകൂടെ ഹിന്ദി സിനിമ കാണുന്ന ഒരാൾ. ശക്തിമാന്റെ അടുത്തതായിട്ട് ശക്തിമാനാണ് ഡയറക്ട് ചെയ്യാൻ പോകുന്നതെന്ന് എന്റെ റൂമർ ബഡ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്കറിഞ്ഞൂടാ, പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ. ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, എനിക്കറിയില്ല. ഫാമിലി സ്റ്റാർ എന്നുള്ളത് പട്ടം ഉണ്ട്. അത് അങ്ങനൊന്നുമില്ല. അപ്പോ ബേസിൽ ഭയങ്കര സീരിയസ് ആയി പോയല്ലോ. പൃഥ്വിരാജിന്റെ ഫിലിമിൽ അഭിനയിച്ചുണ്ടോ? ഞാനെല്ലാം പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉറക്കം കിട്ടിയില്ല. ഇന്നലെ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന് ഭയങ്കര കോമഡിയാ. അല്ല, ധ്യാനൊക്കെ ആയിട്ട് വരാൻ നേരത്ത് ഭയങ്കര തగ్గടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാന്നായിരുന്നു. അടുത്തിരിക്കുന്നോണ്ട് പ്രൊഫഷണലിസം പിടിക്കുന്നതാണെന്ന്. ഇല്ല, അങ്ങനല്ല. പക്ഷെ നിങ്ങളിങ്ങനെ ഈശോയുടെ അമിതകാരം തരല്ലേ. കഴിഞ്ഞ ദിവസം ഏതൊരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ പ്രാവൻകൂട്ട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പൊ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാ ഷൂട്ടിങ്. അപ്പൊ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവൻകൂട്ട് ഷാപ്പ്. അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണട്ടാ. അപ്പൊ പടം ഇന്റർവ്യൂവിൽ അമിത പ്രതീക്ഷയായി തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു വൈബല്ലേ. നിഖില, രാജുവേട്ടന്റെ കൂടെ കുറെ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാജുവേട്ടൻ നിന്ന് ഒരു നടി എന്ന നിലയിൽ രാജുവേട്ടനിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റും? ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അങ്ങനെ പഠിക്കാന്നുള്ളതല്ല. നമ്മള് ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. നമ്മുടെ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ്. അപ്പം എനിക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പഠിക്കാനുള്ളൊരു സ്പേസ് ഒന്നും ഇതിനായിട്ടും തന്നിട്ടില്ല. ഒരുപാട് സീനുകളും ഡയലോഗുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടതുകൊണ്ട് മറ്റതെനിക്ക് പറ്റിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് പഠിക്കാന്ന് പറയുന്നതും അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലേ. നമ്മൾ ഗ്രാജുവലി ഇപ്പൊ എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൂടി കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ഈ പൃഥ്വിരാജിനെ ബേസിക്കലി ഒരുമിച്ച് അഭിനയിക്കാൻ നേരത്ത് ഒരുപാട് നേരം കൂടെ കിട്ടില്ല ബേസിൽ. അപ്പൊ ഒരു കഥ പറയാനൊക്കെ ട്രൈ ചെയ്തു, ഇല്ലെങ്കിൽ മാനറിസം, പൃഥ്വിരാജിന്റെ മാനറിസങ്ങളൊക്കെ പഠിച്ചു. മാനറിസം ഇല്ല, അങ്ങനെ കഥ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ നമുക്കൊക്കെ ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അല്ലേ, ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. എല്ലാരെയും പോലെയൊക്കെ തന്നെയാണ്. ഈ വിമാനത്തിന്റെ സംഗതി എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ, സെൽഫി എടുക്കാൻ പോയതാണ്. ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം, ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളത് വിമാനം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യം. അപ്പൊ അങ്ങനെ
അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എൻ്റെ മുമ്പിൽ. അപ്പൊ എനിക്ക് കുറച്ച് പേടിയുണ്ട് മോണിറ്ററിന് പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ, അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ 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 നമ്മുടെ ഒരേ വൈബാന്ന് മനസ്സിലായി. പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു, തമാശയൊക്കെ പറയും. അങ്ങനെ ഇംഗ്ലീഷ് ടിപ്സ് ഒക്കെ ചോദിച്ചു. ടിപ്സോ? അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കും. അല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് രാവിലെയും കൂടെ ചോദിച്ചത് ഇപ്പൊ യോജിക്കല് തന്നെ ഫുൾ ടൈം. അപ്പോ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ. ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, ഒരു മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ. ഇതൊക്കെ എനിക്കും ഭയങ്കര, ഞാനും അങ്ങനെ കുറച്ച് അംബീഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്കും ഈ പറയുന്ന ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്ത്. പിന്നെ അവിടെ എങ്ങനെയാ, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാ, ഇവിടെ എങ്ങനെയാ, ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാ, ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഴയ കഥകൾ, ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ. ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു, പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചെയ്യുന്നു, ഹിന്ദിയിൽ ചെയ്യുന്നു, അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ, കഥകളൊക്കെ ചോദിക്കാനുണ്ട്. അവരൊക്കെ എങ്ങനെയാ ഇതിന്റെ പരിപാടി, ഇവരെങ്ങനെയാണ് പ്രശാന്തി ഇങ്ങനെയൊക്കെ നമുക്ക് അപ്പൊ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട്. ഇപ്പം ബേസിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് വിനീത് ശ്രീനിവാസൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, എടാ നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ തൃപ്തിക്ക് പറ്റിയ സംഗതിയാ. ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞു വരുന്നത്? പറഞ്ഞു വിനീതേട്ടൻ പറഞ്ഞു. വിനീതേട്ടൻ ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറെ എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭ്രാന്തായിട്ടിരിക്കുമ്പോ ഒരു വിനീതേട്ടൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം, നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതപ്പോ ഇപ്പൊ ഇങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പൊ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ അത് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് വിനീതേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പൊ അതിൽ വിനീതേട്ടൻ സംസാരിച്ച എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത്, എങ്ങനെയാണ് അങ്ങനെ ആകുന്നത്. ഞാനൊരു പൃഥ്വിരാജ് സാർ, ബ്ലെസ്സി സാർ ഒരു അതിനു മുമ്പ് ആടുജീവിതം തിയേറ്ററിൽ കണ്ട് സ്പീച്ച്ലെസ് ആയിട്ടുള്ള ഒരാളാണ്. ഗ്രേറ്റ്. ബ്ലെസ്സി സാർ ഒരു ഇന്റർവ്യൂല് മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞു, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു തിളക്കം ഉണ്ടാവും, ആടുജീവിതത്തിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഇതിലെ നമ്മുടെ ഗുരുവായൂർ പോലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റ് ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു ബുദ്ധിമുട്ടുണ്ടായത്, ഒരു ചലഞ്ചിങ് ആയിരുന്നു. നമ്മുടെ എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ, കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ട് അങ്ങ് ഡിസസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും. നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും. ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ കഴിഞ്ഞിട്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആനന്ദൻ അങ്ങനെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിന് സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോകും. പക്ഷെ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സിനിമകളെ പോലെയല്ല. കാരണം ഒരു 10-16 വർഷക്കാലം ആ സിനിമയ്ക്ക് ഇപ്പം യാത്ര ചെയ്തത് കൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ഡിസസോസിയേറ്റ് ചെയ്തിട്ട് ഇനി ഇല്ല എന്നുള്ളൊരു, ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം സിനിമ റിലീസായി. പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണ്ണമായി നമ്മൾ ആസ് എൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക, അതിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഇപ്പോ ആനന്ദൻ എന്ന് പറഞ്ഞ ഈ
ഗുരുവായൂരമ്പല നടയിൽ കണ്ടിട്ട് ആനന്ദിൽ നജീബിലിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് എന്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതുന്നു. ഇവർക്ക് ഷോ തുടങ്ങാറായി. വിപിന്റെ മേക്കിങ്ങും വളരെ പുതുമയുള്ളതാണ്. അത് വിപിൻ ബേസിക്കലി ഒരു എഡിറ്ററാണ്, അൽഫോൺസിനെ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവർ പറയുന്ന കഥയുടെ നെറേറ്റീവിന്റെ സ്ട്രക്ചർ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ സ്ട്രക്ചർ. അപ്പൊ അത് വിപിന്റെ സിനിമകളിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർകട്ട് ആയിട്ട് മറ്റൊരു സീനിൽ ഒരു ഷോട്ട് വരിക, ആ ഷോട്ടിന്റെ റിയാക്ഷൻ പോലെ വരുന്നത് വേറൊരു ഇവന്റിന്റെ റിയാക്ഷൻ ആയിരിക്കും, എന്നിട്ട് തിരിച്ച് ഈ സീനിലെ. അപ്പൊ അങ്ങനത്തെ ഒരു നെറേറ്റീവ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് വിപിൻ ഭയങ്കര മിടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമ ഇന്ന് എനിക്ക് ഇത്ര എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വിപിന്റെ ഒരു കഴിവ് തന്നെയാണ്. എനിക്കൊന്ന് ഒരു ഗെറ്റ് ഔട്ട് പറഞ്ഞു.